പഹൽഗാമിൽ 26ഓളം വിനോദസഞ്ചാരികളെയും ഒരു കാശ്മീരിയെയും വെടിവെച്ചു കൊന്ന ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട 3 ഭീകരന്മാരിൽ ഒരാൾ ജമ്മു കാശ്മീരിൽ ഒളിച്ചിരിക്കുന്നതായി റിപ്പോർട്ട്. നോക്കണം, ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണല്ലോ. ഇപ്പൊ അത് പാകിസ്ഥാൻ കൊണ്ടുപോയിട്ടില്ലല്ലോ. സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് കാശ്മീരിലെ മുസ്ലിങ്ങളെ വിശ്വസിക്കരുത് എന്ന് പറയാൻ കാരണം. കാശ്മീരിലെ എന്നല്ല, ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളുടെയും ഉള്ളിൽ ഒരു ഭീകരൻ ഒളിച്ചിരിപ്പുണ്ട്. ഒരു പരിധി വരെ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കാതെ, ഇസ്ലാമിക പ്രമാണങ്ങൾ എന്താണ് എന്ന് ഉൾക്കൊള്ളാതെ, മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച് ശരി അങ്ങനെ അങ്ങ് ജീവിച്ചു പോകാം എന്നാഗ്രഹിക്കുന്നവരൊഴികെ ഈ പ്രമാണങ്ങളിലെ കുത്തിലും കോമയിലും അഭിരമിച്ചു കിടക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, അത്തരം മുസ്ലിങ്ങളെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു. മുസ്ലിങ്ങൾ ചതിക്കും. ഭീകരവാദികളായ തീവ്രവാദികളായ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യയെ ചതിക്കും കട്ടായം. ആരെ വിശ്വസിച്ചാലും കാശ്മീരിലെ മുസ്ലിങ്ങളെ വിശ്വസിക്കരുത്. ഇതുവരെ കാശ്മീരിൽ ഉണ്ടായ എല്ലാ അപകടങ്ങളും കാശ്മീരിലെ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതാ. അവർ ഒറ്റുകൊടുത്തതിന്റെ പേരിലാണ്. ഇപ്പോഴും 29 ഇന്ത്യക്കാരെ കൊന്ന ഈ ഭീകരന്മാർക്ക് ആരാ സഹായം ചെയ്തത്? കാശ്മീരിലെ തീവ്രവാദികൾ. ഇവനെ ഒക്കെ പച്ചയ്ക്ക് തൂക്കിലേറ്റണം. രാജ്യവിരുദ്ധനായി പ്രഖ്യാപിച്ച് സൗദി അറേബ്യയിലൊക്കെ തലയെടുക്കുന്നത് പോലെ വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരത്തിന് ശേഷം പബ്ലിക്കിൽ നിർത്തി തലയെടുത്താലുണ്ടല്ലോ, രാജ്യദ്രോഹികൾ അട്ടപ്പട്ടലം കൂട്ടപ്പെടും, ഒതുങ്ങി ജീവിക്കും. നമ്മുടെ ഈ രാജ്യത്ത് ഇന്ത്യക്കെതിരെ കുരച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല എന്ന ഒരു അന്തരീക്ഷം, ആ രൂപത്തിൽ ഒരു ചിന്താഗതി അവരിൽ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ നരേന്ദ്രമോദി രാജ്യവിരുദ്ധർക്കെതിരെ സ്വീകരിക്കേണ്ടത് നിലപാട്, അങ്ങനെ എന്തെങ്കിലും നിയമമുണ്ടോ എന്ന് എനിക്കറിയില്ല, രാജ്യവിരുദ്ധരോട് ഒരു രൂപത്തിലും മൃദു സമീപനം സ്വീകരിക്കാത്ത രൂപത്തിലുള്ള ഒരു സമീപനമായിരിക്കണം ഇനി മുതൽ പുതിയ ഭാരതത്തിന്റെ പുതിയ മുഖം കാണിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കാശ്മീരിൽ എന്നല്ല, ഇന്ത്യയിൽ എന്നല്ല, കേരളത്തിൽ എന്നല്ല, ഇതൊക്കെ പ്രത്യേകം രാജ്യമാണല്ലോ പോപ്പുലർ ഫ്രണ്ടുകാരുടെ, ഒരിടത്തും ഇന്ത്യ വിരുദ്ധർ തലപൊക്കില്ല. കേരളത്തിൽ ഇരുന്നിട്ട് ഒരുത്തൻ ഇന്ത്യയെ തുപ്പണമെന്ന് ആഗ്രഹിച്ചത് എന്തുകൊണ്ടാ? ഒരു മുഹമ്മദ് സനൂഫ്, അവന്റെ തന്ത ഇന്ത്യക്കാരനല്ലേ? അവന്റെ തന്തയുടെ തന്ത ഇന്ത്യക്കാരനാണോ? അവനെയൊക്കെ പാകിസ്ഥാനിന്റെ അതിർത്തിയിൽ കൊണ്ടുപോയി നിർത്തന്നേ. അവന്റെ സ്വന്തം സഹോദരങ്ങൾ നെഞ്ചിൽ ഓട്ടയിടട്ടെ, അല്ലെങ്കിൽ തല തുളയ്ക്കട്ടെ, അല്ലാതെന്താ? ഈ കേരളത്തിനകത്തിരുന്ന് ഞാൻ ഇന്ത്യയെ വെറുക്കുന്നു എന്ന് പറയാൻ ഒരു ഡയറ്റീഷ്യൻ, ഒരു ഡോക്ടർ, ഒരു എഞ്ചിനീയർ, ഒരു അധ്യാപകൻ, ഇവരൊക്കെ ഈ കേരളത്തിനകത്തിരുന്നിട്ട് ഇന്ത്യ വിരുദ്ധത തുപ്പിക്കൊണ്ടിരിക്കുക. ലഷ്കർ-ഇ തൊയ്ബയുടെ തലവനായ ഹഫീസ് സെയ്ദും ഡെപ്യൂട്ടി സൈഫുള്ള കസൂരിയും പാകിസ്ഥാനിലേക്ക് കടന്നു എന്നും മൂന്നാമനായ ഭീകരൻ ഹാഷിം മൂസ ജമ്മു കാശ്മീരിൽ തന്നെ ഒളിച്ചിരിക്കുന്നു എന്നുമാണ് സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയത്. ഇവർക്കൊക്കെ വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകുന്നതാരാ? കഴിക്കാൻ ഭക്ഷണം വേണം, കുടിക്കാൻ വെള്ളം വേണം, ഉടുക്കാൻ വസ്ത്രം വേണം, കിടക്കാൻ സ്ഥലം വേണം. ഇവർക്ക് രഹസ്യമായി രാജ്യവിരുദ്ധതകൾ കൈമാറാൻ, ഓപ്പറേഷന്റെ അപ്ഡേറ്റ്സുകൾ അറിയിക്കുന്നതിന് വേണ്ടി ഫോൺ വേണം, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വേണം. ഇതാര് ചെയ്തു കൊടുക്കും? കാശ്മീരിലെ രാജ്യവിരുദ്ധരായ ഇസ്ലാം മത ഭീകരർ ചെയ്തു കൊടുക്കും. ഇവർ മുസ്ലിം ഭീകരരാണോ? അല്ലേ? എന്നിട്ട് ഇവരെ ഒതുക്കുന്നതിനു വേണ്ടി ഈ രാജ്യം ചിലവഴിക്കുന്ന പണം എത്രയാ? തീവ്രവാദത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ഈ ഭീകരന്മാരിൽ നിന്നും ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി, രാജ്യസ്നേഹികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി എത്ര സൈനികരാണ് ജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ത്യാഗമാണ് നമ്മളുടെ അഹങ്കാരം. ഹാഷിം മൂസ തെക്കൻ കാശ്മീരിലെ വനങ്ങളിൽ എവിടെയോ ഒളിച്ചിരിക്കുവാണ്. അവൻ വായു അല്ലല്ലോ ഭക്ഷിക്കുന്നത്, അവനെ തിന്നാനുള്ളതും ഉടുക്കാനുള്ളതും സന്ദേശ വിനിമയം നടത്താനുള്ള സൗകര്യങ്ങളും എല്ലാം നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിം തീവ്രവാദികൾ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. 29 പേരുടെ ജീവൻ എടുത്തതിന്റെ തലവനായ ഹാഷിം മൂസ എന്ന് പറയുന്ന കൊടും ഭീകരൻ
തെക്കൻ കാശ്മീരിലെ വനങ്ങളിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാണ് എന്ന് കണ്ടെത്താൻ വിശദമായിട്ടുള്ള ഓപ്പറേഷൻ ആരംഭിച്ചതായും സുരക്ഷാ ഏജൻസികൾ അറിയിച്ചിട്ടുണ്ട്. ഈ ഭീകരൻ പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ ജീവനോടെ പിടികൂടാൻ സുരക്ഷാ ഏജൻസികൾ തീവ്രമായി പരിശ്രമിക്കുകയാണ്. കാരണം മുംബൈ ഭീകരാക്രമണത്തിൽ അജ്മൽ കസബ് എന്ന പാകിസ്ഥാൻ ഭീകരനെ ജീവനോടെ പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് തെളിവായത്. അതുകൊണ്ടാണ് ഒരു തഹാവൂർ ഹുസൈൻ റാണ ഇന്ത്യയിലെ ശിക്ഷയും പ്രതീക്ഷിച്ച് ജയിലിൽ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഭീകരാക്രമണ കേസിലെ ഒരു പ്രതിയെങ്കിലും ജീവനോടെ പിടിക്കണം. 3 പേരെ പിടിച്ചു, ബാക്കിയുള്ളവരെയും ജീവനോടെ പിടിക്കണം എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. നിർബന്ധമില്ല, നമുക്ക് കിട്ടിയാൽ മതി, പക്ഷേ ജീവനോട് കിട്ടിയാൽ അത്രയും നന്ന്, തെളിവായല്ലോ. തന്നെയുമല്ല, ഹാഷിം മൂസയെ കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് ജമ്മു കാശ്മീർ പോലീസ് 20 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പണം പ്രതീക്ഷിച്ചിട്ടെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം തീവ്രവാദി ഇവനെ ഒന്ന് ചൂണ്ടിക്കാണിച്ച് തന്നിരുന്നെങ്കിലെന്ന് വിചാരിച്ച്. ഇത് സുരക്ഷാ സേനയുടെ മാത്രം ഉത്തരവാദിത്വമല്ല, ഓരോ ഇന്ത്യക്കാരന്റെയും നിർബന്ധമായ ബാധ്യതയാണ് ഭീകരരെ തുരത്തുക എന്നത്. തന്നെയുമല്ല, വിവരം നൽകുന്ന ആളുടെ ഐഡന്റിറ്റി പോലും റിവീൽ ചെയ്യില്ല. അത് രഹസ്യമായി സൂക്ഷിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയൂ. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കുന്നതിന് വേണ്ടി ഹാഷിം മൂസയെ ജീവനോടെ പിടികൂടണമെന്നത് ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. സുരക്ഷാ ഏജൻസികളുടെ കണക്കനുസരിച്ച് കാശ്മീർ താഴ്വരയിൽ നടന്ന 6 ഭീകരാക്രമണങ്ങളിൽ ഹാഷിം മൂസ ഉൾപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ പാരാ കമാൻഡോ ആയി ഹാഷിം മൂസ സേവനം അനുഷ്ഠിച്ചിട്ടുമുണ്ട്. പിന്നീട് ലഷ്കർ ഇ തൊയ്ബയിൽ ചേർന്ന ഇയാള് നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്. 2023 ഇയാൾ ഇന്ത്യയിലേക്ക് കടന്നതായി വിവരം ലഭിച്ചു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ജമ്മു കാശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിൽ 7 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിൽ ഹാഷിം മൂസ ഉൾപ്പെട്ടിട്ടുണ്ട്. ബാരാമുള്ളയിലെ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതും ഇയാൾ ഉൾപ്പെട്ട ആക്രമണമായിരുന്നു അന്നും. പഹൽഗാമിൽ രക്തം വീഴ്ത്തിയ ഭീകരരിൽ 2 പേർ പാകിസ്ഥാനിലേക്ക് കടന്നു കഴിഞ്ഞു. സഹായിക്കാൻ എത്ര പേരുണ്ടായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കാം. 2 പേര് പാകിസ്ഥാനിലേക്ക് കടന്നു കഴിഞ്ഞു. ഒരാൾ തെക്കൻ കാശ്മീരിലെ വനങ്ങളിൽ കാശ്മീരികളുടെ തന്നെ സഹായത്തിൽ എവിടെയോ സുരക്ഷിതനായിരിക്കുന്നു. ജീവനോടെ പിടികൂടുമെന്നാണ് പറയുന്നത്. ഹാഷിം മൂസയെ നേരിട്ട് കണ്ട ആളുകൾ പറഞ്ഞുകൊടുത്ത രൂപത്തിൽ രേഖാചിത്രം വരച്ചപ്പോൾ ഒറിജിനലിനെ വെല്ലുന്ന വ്യാജൻ എന്ന രൂപത്തിലായി ഇത് തന്നെയായിരുന്നു ഹാഷിം മൂസ. പലതവണ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി വിവിധ ആക്രമണങ്ങളിലൂടെ ഇന്ത്യയിൽ ചോരപ്പുഴ ഒഴുക്കിയ ഈ ഭീകരനെ കണ്ടെത്തുന്നവർക്ക് 20 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കേണ്ടുന്ന ഗതികേടിലാണ് ഈ രാജ്യം. കാരണം ഈ രാജ്യത്തിനകത്ത് നിന്ന് തന്നെയുള്ള ശത്രുക്കൾ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുകയും ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ഈ രാജ്യത്തെ ജനങ്ങളുടെ തന്നെ ചോര പുഴ ഒഴുക്കുന്നതിന് വേണ്ടി നക്കാപ്പിച്ച വാങ്ങിച്ചിട്ട് ഈ രൂപത്തിൽ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന പരനാറികളായ ഈ മുസ്ലിം ചെറ്റകളെ പബ്ലിക്കിലിട്ട് കത്തിക്കാൻ നിയമമില്ലാത്തത് കൊണ്ടാണ് ഈ രാജ്യദ്രോഹികൾ നമ്മുടെ രാജ്യത്ത് വാണരുളുന്നത്. ഇവരെയൊക്കെ പൂമാലയിട്ട് സ്വീകരിക്കാൻ ഇവിടെ ആളുകളുണ്ട്. ഭീകരരെ എന്ന് പറയരുത് അത്രേ, അതിന്റെ തന്തയോട് പോയി പറയടാ തെണ്ടി എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. ഇത് ഭീകരാക്രമണമല്ലത്രേ, ഈ ആക്രമണത്തിന് മതമില്ലത്രേ. മതമുണ്ടടാ, ഈ ഭീകരാക്രമണത്തിന് മതമുണ്ടടാ. മുസ്ലിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കുക, ഹിന്ദുക്കൾ ഇങ്ങോട്ട് മാറി നിൽക്കെന്ന് പറഞ്ഞില്ലേ? കൊല്ലപ്പെട്ടവരുടെ പാന്റുകൾ അഴിച്ച നിലയിലായിരുന്നില്ലേ? എന്നിട്ടും ഉളുപ്പില്ലാതെ ഇന്ത്യക്കകത്തിരുന്നിട്ട് മതമില്ല പോലും. ഇവനെയൊക്കെ ചുക്കാൻ പിടിക്കാനും ഇവനെയൊക്കെ വെള്ള പൂശാനും ഇവനെയൊക്കെ 916 മതേതരന്മാരാക്കി കൊണ്ട് നടക്കാനും നമ്മുടെ നാട്ടിലെ 3/4 മീഡിയ ചാനലുകൾ ഉണ്ടെങ്കിൽ അവരെ എതിരിടാൻ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ എന്നെ പോലെ ലക്ഷങ്ങളുണ്ട്. നന്ദി.